ഇന്നത്തെ ഇംഗ്ലണ്ടും ഇറ്റലിയും തമ്മിലുള്ള മത്സരം കഴിഞ്ഞ് ഇംഗ്ലണ്ട് വിജയിച്ചു. ഇറ്റലിക്കെതിരെ 24 റൺസിനാണ് മത്സരം വിജയിച്ചത്. പക്ഷേ ഒരു കാര്യം പ്രൂവ് ചെയ്യുന്നു, ഇറ്റലി എന്ന് പറയുന്ന ടീം ഒരു അസോസിയേറ്റ് ആയിട്ട് ടീമായിട്ട് വന്നിട്ട് മറ്റ് ടീമുകളുടെ ചെണ്ടയാകാൻ വന്നിട്ടുള്ള ഒരു ടീമല്ല. അങ്ങനെയാണ് പലരും പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ആദ്യമായിട്ട് വേൾഡ് കപ്പിൽ വരികയാണ്, യാതൊരു വിധത്തിലും ആളുകൾക്ക് വലിയ ഹോപ്പ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വന്നു. കാരണം മറ്റ് അസോസിയേറ്റ് ടീമുകൾക്ക് എക്സ്പീരിയൻസസ് ഉണ്ട്. ഇപ്പം നേപ്പാൾ പോലുള്ള ടീമിനെതിരെയൊക്കെ കളിക്കേണ്ടതുണ്ട്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്, നേപ്പാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റലിക്ക് മുന്നിൽ തകർന്നു പോയി. ഇറ്റലി ചരിത്രത്തിലെ ആദ്യത്തെ ലോകകപ്പ് വിജയം സ്വന്തമാക്കുമ്പോൾ അതൊരു ആധിപത്യത്തോടു കൂടി 10 വിക്കറ്റിൻ്റെ വിജയമാണ് സ്വന്തമാക്കിയത്, നമ്മൾ കണ്ടതാണ്. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിനെയും ഞെട്ടിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം പറയേണ്ട ഒരു കാര്യം. കാരണം ഇറ്റലിക്ക് മുൻപിൽ ഇംഗ്ലണ്ട് വെച്ച വലിയൊരു വിജയലക്ഷ്യമാണ്. അത് അവസാന നിമിഷം വരെ ഒരു പോരാട്ടം നടത്താനായിട്ട് ഇറ്റലിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. പക്ഷേ അവസാന നിമിഷത്തിലേക്ക് വരുമ്പോഴത്തേക്കും ചില ഫാക്ടേഴ്സ് പറഞ്ഞാലേ അസോസിയേറ്റ് രാജ്യമാണ്, അവരുടെ എക്സ്പീരിയൻസിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായിരിക്കാം അങ്ങനത്തെ ചില ഫെയിലിയേഴ്സ് സംഭവിച്ചിട്ടുള്ളത്. അത് ഇംഗ്ലണ്ട് മുതലെടുത്തു, അവരുടെ എക്സ്പീരിയൻസ് ചിലപ്പോൾ മുതലെടുത്തു. അതായിരിക്കാം ഇംഗ്ലണ്ടിന് ഈ ഒരു മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ സാധിച്ചത്. ചില സമയങ്ങളിൽ ഇപ്പം എക്സ്പീരിയൻസ് ഉള്ള രാജ്യങ്ങൾ പോലും അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പോലും സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. എനിവേ, ഇംഗ്ലണ്ട് മുന്നിൽ വെച്ചിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 222 അവരുടെ അടുത്ത്. 223 റൺസ് വേണമായിരുന്നു ഇറ്റലിക്ക് വിജയിക്കണമെങ്കിൽ. അപ്പം ഇറ്റലിയെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും അവർ മാക്സിമം ഇപ്പം ഇംഗ്ലണ്ടിൻ്റെ ആദ്യം തന്നെ വിക്കറ്റുകൾ എടുത്ത് നല്ല രീതിയിൽ തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പം 21-2, 52-4, 67-3 ഇങ്ങനെയൊക്കെയുള്ളൊരു ഘട്ടമായിരുന്നു. ഒരു 8 ഓവറൊക്കെ ആകുന്ന സമയത്ത് പോലും ഉണ്ടായിരുന്നത്. ഒരു 200-ൽ താഴെയൊക്കെ ഒതുക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറായിരുന്നു. അത് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു. കാരണം 17 ഓവറാകുന്ന സമയത്ത് 159-6 എന്ന് പറയുന്നൊരു നിലയിലാണ് നിന്നത്. പക്ഷേ അവസാനത്തെ 3 ഓവറിൽ 43 റൺസ് എടുത്തു. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് മാറിയത്. വിൽ ജാക്സൻ്റെ 22 പന്തിൽ 53 റൺസ് എടുത്ത ആ അവസാന നിമിഷത്തെ ആ ഒരു പ്രകടനം ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം ഒരു പണി വാങ്ങിച്ചു തന്നൊരു ഫാക്ടറായി. അതുപോലെ തന്നെ ഇപ്പോൾ ഇറ്റലി ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ സമയത്തും അവർക്ക് ചെറിയ പ്രശ്നങ്ങൾ നേരിട്ടു. കാരണം ആദ്യത്തെ ഓവറിൽ തന്നെ 2 വിക്കറ്റുകൾ നഷ്ടമായി. അതിൽ ആൻ്റണി മോസ്ക എന്ന് പറഞ്ഞ് കഴിഞ്ഞ മാച്ചിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരം, അദ്ദേഹം ഔട്ടായി പോയി. ഡക്കാണ് അത്. അതിനുശേഷം സ്മട്സ് 4 പന്തിൽ 0 ഔട്ടായി. അങ്ങനെ ആദ്യ ഓവറിൽ തന്നെ 2 താരങ്ങൾ ഡക്കായി പോയി. അതൊരു സിറ്റുവേഷനാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സർവൈവ് ചെയ്ത് വരിക, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു അസോസിയേറ്റ് ടീം സർവൈവ് ചെയ്ത് വരിക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടേറിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ആ ഒരു ഘട്ടത്തിലും പിന്നെ ഹാരി വെനറ്റിയുടെ വിക്കറ്റും നഷ്ടമായി. 4 ഓവറാകുന്ന സമയത്ത് 22-3 എന്ന് പറയുന്നൊരു നിലയിലേക്ക് അവർ കൂപ്പുകുത്തി പോകുന്നൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായി. അവിടെ ഒക്കെയാണ് സർവൈവ് ചെയ്ത് വന്നത്. കാരണം അവിടെയാണ് ഒരു മികച്ച പെർഫോമൻസ് നടത്തിയിട്ട് ജസ്റ്റിൻ മോസ്കെ ആണെങ്കിലും അതുപോലെ തന്നെ ബെൻ മെനറ്റി ആണെങ്കിലും ഈ 2 താരങ്ങളുടെ പ്രകടനം ആണ് വളരെ ക്രൂഷ്യലായത്. കാരണം 48 പന്തിൽ 92 റൺസ് എടുത്തിട്ടുള്ള ഒരു ഉഗ്രൻ പാർട്ണർഷിപ്പ് അവർ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. ആദ്യത്തെ വിക്കറ്റുകൾ നഷ്ടമാകാതെ കുറച്ചും കൂടി ഒരു നല്ല രീതിയിലായിരുന്നു, കുറച്ചും കൂടി ഒരു അഗ്രഷനിൽ ഇത് നല്ല രീതിയിൽ തന്നെയാണ് പോയത്. കാരണം ഇത്രയും വലിയൊരു സ്കോർ പിന്തുടർന്ന് വരുന്നൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. അവിടെയാണെങ്കിൽ ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം മോസ്കയാണ് കുറച്ചും കൂടി ഒരു സപ്പോർട്ടീവ് റോളിലാണ് കളിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഹാരി വെനറ്റിയുടെ ആണ് പെർഫോമൻസ് കാരണമാണ് എടുത്ത് പറയേണ്ടത്. കാരണം 25 പന്തിൽ 60 റൺസ്, അതൊരു ക്രൂഷ്യലായിട്ടുള്ളൊരു ഇന്നിങ്സ് തന്നെയാണ്. അവിടെ വിൽ ജാക്സിൻ്റെ ഒരു ഓവറിൽ അടിച്ച് തകർക്കുകയാണ്, 20+ റൺസ് എടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ അവസാനത്തെ പന്ത് ഒരു വൈറ്റ് ബോൾ, അതിന് ട്രൈ ചെയ്തു, പക്ഷേ അത് ഔട്ടായിപ്പോയി. ഒരുപക്ഷെ ബെനറ്റ് നിന്നിരുന്നെങ്കിൽ ഒരു ഫിനിഷ് ചെയ്യുന്ന തരത്തിലേക്കൊക്കെ വരെ പോയനെ എന്നുള്ളതാണ്. അതിനുശേഷമാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജസ്റ്റിൻ മോസ്ക കളത്തിലുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അവസാന നിമിഷം ഒരു രക്ഷയ്ക്കായിട്ട് ഗ്രാൻഡ് സ്റ്റുവർട്ട് അദ്ദേഹം വന്നിട്ടാണെങ്കിലും 23 പന്തിൽ 45 റൺ, ഒരു ഫിനിഷർ റോളറുടെ ഒരു കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു. ഒരു ഘട്ടത്തിൽ 3 ഓവറിൽ ഏതാണ്ട് 50+ റണ്ണ് വേണമെന്ന് പറയുന്ന സാഹചര്യത്തിൽ 12 ബോളിൽ 30 റണ്ണെന്ന് പറയുന്ന നിലയിലേക്കൊക്കെ എത്തിക്കാൻ ഈ സ്റ്റുവർട്ടിൻ്റെ ഒരു ബാറ്റിംഗ് പ്രകടനമൊക്കെ സാധിച്ചു എന്നുള്ളതാണ്. അതാ പറഞ്ഞത്, നമുക്ക് ഈ ഒരു ചെറിയ ടീമല്ല, പല താരങ്ങളും വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് നടത്തി എന്നുള്ളതാണ്. പക്ഷേ സാം കറിൻ്റെ ആ 19ാമത്തെ ഓവർ വളരെ ക്രൂഷ്യലായി, റണ്ണ് പിടിച്ചു. അതുപോലെ തന്നെ ഇപ്പം സ്റ്റുവർട്ടിൻ്റെ വിക്കറ്റ് നഷ്ടമായി പോകുന്ന സിറ്റുവേഷൻ വന്നു. അങ്ങനെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മത്സരം പൊരുതി ഇറ്റലി ഇംഗ്ലണ്ടിന് മുന്നിൽ വീണു എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഈ ഒരു ഇറ്റാലിയൻ ടീമിനെ പറ്റിയിട്ട്? തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക. അതുപോലെ ഈ മത്സരത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക. സൈനിങ് ഓഫ്.